ഒരു രാഷ്ട്രീയക്കാരനാവാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്താണ്? കാലത്തോട് കലഹിച്ച് നിൽക്കുന്ന പുഷ്പങ്ങൾക്ക് എന്നും ചുവപ്പ് നിറമായിരിക്കും. ഇത് കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്, പക്ഷേ അട്ടർ ഫൂളിഷ്നെസ് ആണ് അല്ലേ? സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്ത് കേരളത്തിൽ വയനാട്ടിൽ നിന്നുള്ള ഒരു MP ആണ് ആ ഫ്രണ്ട് റോയിൽ ഇരിക്കുന്ന ഒന്ന്. ബാക്കി കേരളത്തിലെ MP എവിടെയാണ്? എന്താ അതിൻ്റെ കാരണം? ഒരു കുടുംബത്തിൻ്റെ പാർട്ടിയായിട്ട് വരേണ്ടതല്ല കോൺഗ്രസ്. CPM ഇരിക്കുന്ന ആളിന് വേണേൽ CPI ആവാം, അല്ലേ? വേണേൽ RSP ആവാം, BJP ആവാൻ പറ്റും. ഒരു മര്യാദയുമില്ലാതെ പൂച്ചട്ടി എടുത്തവൻ്റെ തലക്കടിക്കുന്നത് നമ്മൾ വിഷ്വൽ കണ്ടതാണ്. എൻ്റെ മുഖ്യമന്ത്രി എന്നെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾ ഇങ്ങനല്ല സംസാരിക്കേണ്ടത് എന്നൊരു ബോധ്യം ആൾക്കാർക്കുണ്ട്. അടുത്ത ഘട്ടത്തിൽ നമ്മുടെ സാമ്പത്തികാവസ്ഥ പരിഗണിച്ച് ന്യായമായത് ചെയ്യും എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ബീയിങ് കൺസിഡറേറ്റ്. പക്ഷെ അവർ ചെയ്തത് എന്താണെന്ന് കണ്ടില്ലേ? ഞാൻ കൂടുതൽ കരുണാകരൻ എന്ന രാഷ്ട്രീയക്കാരനെ കാണുന്നത് പത്മജയിലാണോ അതോ കെ മുരളീധരനാണോ? അത് പറയാൻ പറ്റുന്നില്ല. ഇവിടെ നിങ്ങൾ പറഞ്ഞതിനോടാണ് എനിക്ക് ആശയപരമായി യോജിപ്പ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റും? നമസ്കാരം ശ്രീജിത്ത്. നമസ്കാരം. ഞാൻ ശ്രീജിത്തിനെ യൂട്യൂബിലും ടെലിവിഷനിലും മാത്രമേ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. വളരെ സന്തോഷമുണ്ട് കണ്ടേ. സന്തോഷം, താങ്ക് യു. ശ്രീജിത്ത്, ആദ്യം ചോദിക്കേണ്ടത്, ഇപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ എങ്ങനെ രാഷ്ട്രീയക്കാരനാവുന്നതാണ്. പക്ഷേ എനിക്ക് പ്രൈമറിലി ചോദിക്കാനുള്ള കാര്യം ഇതാണ്. എപ്പോൾ നോക്കിയാലും ഒരു രാഷ്ട്രീയക്കാരൻ ഫ്രഷ് ആയിരിക്കും. രാവിലെ നോക്കിയാലും ശരി, ഉച്ചയ്ക്ക് നോക്കിയാലും വൈകുന്നേരം നോക്കിയാലും ശരി. എനിക്കൊക്കെ ഉച്ചയാകുമ്പോൾ ഉറക്കം വരും. പക്ഷേ ഇവർ എപ്പോൾ കണ്ടാലും ഫ്രഷ് ആയിരിക്കും. എപ്പോൾ കണ്ടാലും അവരുടെ ബോഡി ലാംഗ്വേജും വർത്താനവും ഫ്രഷ് ആയിരിക്കും. ഇവരെങ്ങനെയാണ് ഇങ്ങനെ ഫ്രഷ് ആയിരിക്കുന്നത്? അല്ല, അത് ഞാൻ തന്നെ നേരിട്ട് രാഷ്ട്രീയക്കാരോട് ചോദിച്ചിട്ടുള്ളതാണ്. പല ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെ ഫ്രഷ് ആവുക? അതേപോലെ ഇവരുടെ ഡ്രസ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഉടയാതെ അങ്ങനെ നിൽക്കും. അപ്പം ഞാൻ പേര് പറയുന്നില്ല, കോൺഗ്രസ്സുകാരനായിട്ടുള്ള നമ്മുടെ ഒരു സുഹൃത്തിനോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എവിടെയാണ് ഈ ഡ്രസ്സ് സ്റ്റാർച്ച് ചെയ്യാൻ വേണ്ടി ടൈം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്? എന്നിട്ട് ഞാനത് സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ലുക്കിൽ ഇവർ ഭയങ്കര കോൺഷ്യസ് ആണ്. പിന്നെ ലുക്ക് മാത്രം പോരാ, വളരെ നല്ല എനർജി ഉള്ളിൽ നിന്നുണ്ടെങ്കിൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. കാരണം അവർ പല ടൈപ്പ് ഓഫ് സിറ്റുവേഷനിൽ കൂടിയാണ് ദിവസം പോവുക. പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധിയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം, കല്യാണം ഉണ്ടെങ്കിൽ കല്യാണം പോകണം, അവിടെ നമ്മൾ കാണിക്കേണ്ടുന്ന എക്സ്പ്രഷൻ വേറെയാണ്. മരണവീടുകളിൽ പലതുണ്ടാവും. ഇതിങ്ങനെ സ്വിച്ച് ചെയ്തിട്ടാണ് പോകുന്നതിനിടയ്ക്ക് പാർട്ടിയുടെ മീറ്റിംഗ്, സംഘർഷം. അപ്പോൾ ഭയങ്കര ഹെക്റ്റിക്കായിട്ടുള്ള ഒരു സംഭവമാണ്. അതിനിടയ്ക്ക് എങ്ങനെ നിൽക്കാൻ കഴിയുന്നു? ആ എനർജി രാത്രി വരെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നു? പലപ്പോഴും ലേറ്റായിട്ടാണ് ഇവർ വീടുകളിൽ എത്തുക. പിന്നെ പ്രായം കൂടുന്തോറും ഇതിന് പ്രശ്നമൊന്നും കാണുന്നില്ല. ശരിയാ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ നോക്കുമ്പോൾ വളരെ പ്രായമാകുന്ന സമയത്ത് ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ, VS അച്യുതാനന്ദൻ ആയിക്കോട്ടെ, അവർ ഇതേപോലെ ഭയങ്കര എനർജിയാണ്, വളരെ ഫ്രഷാണ്. അപ്പോൾ അതിനെന്തോ ഒരു മാജിക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേ ഞാൻ പറഞ്ഞത്, ഞാൻ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ഇത്ര എനർജി കിട്ടുക എന്ന രീതിയിലത്തേക്ക്. നമ്മളീ പറഞ്ഞതുപോലെ ഒരു പക്ഷേ നമ്മൾ കൂടുതൽ ഇരുന്നുള്ള ജോലി ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം നമുക്ക് ഈ ഫറ്റീഗ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇവർ ഓൾവേസ് ഓൺ ദ മൂവ്. എല്ലായ്പ്പോഴും ഒരിടത്തുനിന്ന് വേറൊരിടത്തേക്ക് പുതിയ ഫേസസ്, പുതിയ ആൾക്കാർ, പുതിയ വിഷയങ്ങൾ, അങ്ങനെ ഒരു ഓൺ ദ മൂവ് ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് എനർജി അഡീഷണൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതവരൊരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റും കൂടെയാണോ? അബ്സല്യൂട്ട്ലി. കാരണം നമ്മൾ ഒരാളിനോട് ഡള്ളായിരുന്നു കഴിഞ്ഞാൽ, ഒരാളിനോട് മോശമായിട്ട് പെരുമാറേണ്ടി, അല്ലെങ്കിൽ കൊടുക്കേണ്ടുന്ന അറ്റൻഷൻ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാക്കുന്ന ഇംപ്രഷൻ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം പൊതുരംഗത്തുള്ള ഒരാളെന്ന രീതിയിൽ എല്ലായ്പ്പോഴും ആ ഒരു ഇമേജ് കീപ്പ് ചെയ്യുക, എല്ലാവരോടും വളരെ കൺസിഡറേറ്റ് ആയിട്ട് പെരുമാറുക, ഈ കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കോൺഷ്യസ് ആയിട്ടായിരിക്കും ഇവരൊക്കെ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ പിന്നെ എനിക്ക് തോന്നുന്നു അത് പാർട്ട് ഓഫ് ലൈഫായി മാറുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഇത്ര പ്രായമായ സമയത്തും ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ നമ്മൾ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന പൊളിറ്റീഷ്യൻസ് പോലും അത്ര ആക്റ്റീവായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു രാഷ്ട്രീയക്കാരനാവാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്താണ്? ഒരു ക്വാളിഫിക്കേഷനും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർക്കും രാഷ്ട്രീയക്കാരനാവാം. നമ്മളെല്ലാ ജോബിനും അതിൻ്റേതായിട്ടുള്ള ഡിഗ്നിറ്റി ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ഗ്രേഡഡ് ജോബുകളുണ്ട്. സൊസൈറ്റി അംഗീകരിക്കുന്ന, റെസ്പെക്റ്റ് കൂടുതൽ കിട്ടുന്ന അങ്ങനത്തെ ജോലികളുണ്ട്, അത് കുറഞ്ഞുള്ള ജോലികളുണ്ട്. എല്ലാത്തിനും ഒരേ അന്തസ്സുണ്ടെന്ന് പറയുമ്പോഴും ആൾക്കാരുടെ പെർസെപ്ഷൻ അങ്ങനെ ആണെന്ന് നമുക്കറിയാം. ഇറ്റ്സ് എ സോഷ്യൽ റിയാലിറ്റി. ഞാൻ പറഞ്ഞത് അതിൽ തന്നെ ആ തട്ടിൽ ഗ്രേഡിൽ ഏറ്റവും താഴെ വരുന്നതിന് പോലും മിനിമം ക്വാളിഫിക്കേഷൻ വേണം. അതെ. പക്ഷേ പൊളിറ്റീഷ്യൻ അതിൻ്റെ ആവശ്യമില്ല. ഈ എത്ര വലിയ ജോലിയാണെങ്കിലും എത്ര എക്സ്പീരിയൻസ്ഡ് ആണെന്നുണ്ടെങ്കിലും ദർ ഇസ് എ റിട്ടയർമെൻറ്റ് ഏജ്. അതെ. പൊളിറ്റിക്സിൽ അതുമില്ല. നമ്മൾ സ്വച്ഛന്ത മൃത്യു എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ തീരുമാനിക്കുകയാണ് എപ്പോൾ വരെ വേണം, എപ്പോൾ നിർത്തലാക്കണമെന്ന് പറഞ്ഞ്. പിന്നെ എന്താണ് വേണ്ടുന്ന യോഗ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ കൂടുതൽ ആൾക്കാർ വിളക്കച്ചിരിക്കാൻ അറിയുക, ആൾക്കാരോട് കൺസിഡറേറ്റ് ആയിട്ട് പെരുമാറാൻ അറിയുക, ഇപ്പോൾ ഈ പറഞ്ഞതുപോലത്തെ ഒരു രാവിലെ മുതൽ രാത്രി വരെ നിൽക്കുന്ന ഊർജം ഉണ്ടാവുക, കാര്യങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിലും അല്ലെങ്കിലും ആൾക്കാരോട് വളരെ മിതമായിട്ട് കൺസിഡറേറ്റ് ആയിട്ട് സംസാരിച്ച് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞൊരു പ്രത്യാശ കൊടുക്കുക. എനിക്ക് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു നമ്മുടെ ഒരു ടിപ്പിക്കൽ പൊളിറ്റീഷ്യൻ. അതല്ലാതെ
വളരെ ഇൻഫോംഡ് ആയിട്ട് ഡിസിഷൻസ് എടുക്കുന്ന പോളിസി മേക്കർ എന്ന രീതിയിലത്തെ ആൾക്കാർ വരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു പൊതുപ്രവർത്തകനെ കാണുമ്പോൾ ആ പൊതുപ്രവർത്തകൻ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ എന്താ? മരണം ഉണ്ടെങ്കിൽ ആ മരണ വീട്ടിൽ പോകുന്നു, സഹകരിക്കുന്നു. കല്യാണം ഉണ്ടെങ്കിൽ അവിടെ പോകുന്നു, സഹകരിക്കുന്നു. നാട്ടിലെ ഒരു ചടങ്ങുണ്ടെങ്കിൽ അവിടെ പോകുന്നു, സഹകരിക്കുന്നു. ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ പേര് സത്യത്തിൽ ലോ മേക്കർ എന്നാണ്. അയാൾ നിയമനിർമ്മാണം നടത്തേണ്ട ആളാണ്, നിയമനിർമ്മാണ സഭയിലിരിക്കുന്ന ആളാണ്. അയാളും പെരുമാറുന്നത് പലപ്പോഴും ഇത് തന്നെയാണ്, രാഷ്ട്രീയക്കാരനായിട്ടാണ്. രാഷ്ട്രീയക്കാരൻ സാധാരണ ഒരു പൊതുപ്രവർത്തകൻ പെരുമാറുന്നത് പോലെയാണ്. സത്യത്തിൽ ആ ചേഞ്ച് വരേണ്ടത് അവരൊരു പോളിസി മേക്കർ ആവുന്ന സമയത്ത് നമ്മൾ അവരെ ജഡ്ജ് ചെയ്യേണ്ടത് പോലും ഇയാൾ എന്തൊക്കെ തരത്തിലുള്ള സബ്മിഷൻസ് സഭയിൽ കൊണ്ടുവന്നു, ഏതൊക്കെ തരത്തിലുള്ള പ്രൈവറ്റ് ബില്ല് കൊണ്ടുവന്നു, എന്ത് മാറ്റത്തിന് വേണ്ടിയിട്ട് പുള്ളി നിന്നു, ഇതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ചിരിക്കാത്തതുകൊണ്ട് മാത്രം ഇലക്ഷൻ തോറ്റ ചരിത്രങ്ങളും ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ചിരിക്കാത്തത് കൊണ്ട് ഇലക്ഷൻ തോറ്റിരിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇത്തവണയും നമ്മളത് കണ്ടു. ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇത്തവണ എനിക്ക് തോന്നുന്നത് ചിരിക്കാത്തത് കൊണ്ട് മാത്രമല്ല, മറ്റൊരുപാട് കാരണങ്ങൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അത് ആൾക്കാർക്കൊരു ദുസ്സഹം എന്ന രീതിയിലത്തേക്ക് ചിന്തിപ്പിച്ചു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നമ്മളെപ്പോഴും, ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ വി.ഡി. സതീശൻ മന്ത്രിസഭ അധികാരത്തിലേറ്റ് അതിൻ്റെ ആദ്യ പത്രസമ്മേളനം കഴിഞ്ഞിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ ഒരു സമയത്ത് ആശാ വർക്കർമാർക്ക് അവർക്കൊരു പേയ്മെൻറ്റിൽ ഒരു ഇൻക്രിമെൻറ്റ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ ചെറിയ എമൗണ്ടാണ്, 3000 രൂപ ഒരു മാസം എന്ന് പറയുമ്പോൾ ഒരു ദിവസം 100 രൂപയാണ് അഡീഷണൽ കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ ശരിക്കും സമരം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഡിമാൻഡ് ഒരു ദിവസം മിനിമം 700 രൂപ എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഒരു മാസം 21,000 വരെ പൊട്ടൻഷ്യൽ. അപ്പോൾ ഈ 700 രൂപ എന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ ക്യാബിനറ്റ് കൂടുന്ന സമയത്ത് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്ന് വി.ഡി. സതീശൻ തന്നെ അവരോട് പറയുന്നു. എന്നിട്ട് പ്രഖ്യാപിക്കുന്ന സമയത്ത് 3000 രൂപ ഒരു മാസം എന്ന് പറയുമ്പോൾ ഇഫക്റ്റീവ്ലി ഇപ്പോഴും അവർക്ക് കിട്ടുന്നത് ഒരു മാസം 12,000 ആണ്. അതായത് ഒരു ദിവസം 400 ആണ്. പ്രഖ്യാപിക്കപ്പെട്ട വാഗ്ദാനം ചെയ്യപ്പെട്ട 700 ഇവിടെ നിൽക്കുന്നെങ്കിൽ ഇപ്പോൾ നിലവിലുള്ളത് 400 ആണ്. പക്ഷേ അവരാരും പ്രതിഷേധത്തിന് വരുന്നില്ല, പ്രശ്നത്തിന് വരുന്നില്ല. അത് പൊളിറ്റിക്കലാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നിങ്ങളോടൊപ്പം ഉണ്ട് ഞങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, അടുത്ത ഘട്ടത്തിൽ നമ്മുടെ സാമ്പത്തികാവസ്ഥ പരിഗണിച്ച് ന്യായമായത് ചെയ്യും എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ബീയിങ് കൺസിഡറേറ്റ്, നിങ്ങളെ ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട്, ഇതിപ്പോൾ ഒരു താൽക്കാലിക ആശ്വാസം, വീണ്ടും നമ്മളത് ചെയ്യും. ഞാൻ പറഞ്ഞത് ഈ ഒരു അഷ്വറൻസ് ആണ് ഒരു പൊളിറ്റീഷ്യൻ, ഒരു ഭരണാധികാരിയിൽ നിന്ന് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ മിനിമം എക്സ്പെക്ട് ചെയ്യും. പക്ഷേ കഴിഞ്ഞ തവണ ഈ സമരം വന്ന സമയത്ത് പിണറായി വിജയനോ മറ്റേതെങ്കിലും ഒരു മന്ത്രിയോ ആ സമരപന്തലിൽ ചെന്ന് ആൾക്കാരോട്, അല്ലെങ്കിൽ അവരെ അവിടെ നിന്ന് ക്ഷണിച്ചിട്ട് അവരോട് അടുത്ത ബജറ്റ് വരുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യാം, എത്രത്തോളം തരാൻ പറ്റുമെന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല, പക്ഷേ നിങ്ങൾ സമരം അവസാനിപ്പിച്ച് പോകണം, യു ആർ ഇൻ അവർ തോട്ട്സ്, അപ്പോൾ നമ്മൾ വേണ്ടത് ചെയ്യും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ സമരം കൃത്യമായിട്ട് പരിഹരിക്കാമായിരുന്നു. പക്ഷെ അവർ ചെയ്തത് എന്താണെന്ന് കണ്ടില്ലേ? കേവലം ഒരു ചിരി എന്നതിനപ്പുറത്തേക്ക് കൺസിഡറേറ്റ് ആവുക എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതുണ്ടായില്ല. ന്യായമായിട്ട് ഇവിടെ ആൾക്കാർക്ക് പ്രതിഷേധിക്കാനുള്ള അവസരങ്ങളുണ്ട്. അങ്ങനെയുള്ള ന്യായമായ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധത്തിനെ പോലും വക്രീകരിച്ചിട്ട് കൊലപാതക ശ്രമം, വിമാനത്തിലെ കൊലപാതക ശ്രമം, പിന്നെ രക്ഷാപ്രവർത്തനം എന്നും പറഞ്ഞിട്ട് ആൾക്കാരെ തല്ലിപ്പൊട്ടിക്കുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുക. ഒരു ശൈലീമാറ്റം എന്ന രീതിയിലത്തേക്ക് മുഖ്യമന്ത്രിയെ പ്രസൻറ്റബിളായിട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് എന്നാൽ എൻ്റെ സഖാവിനോട് എനിക്കൊരു ചോദ്യം ചോദിക്കാം എന്ന് കരുതി ഒരാൾ സഖാവെ എനിക്കൊരു ചോദ്യം ഉണ്ടെന്ന് പറയുമ്പോൾ നീ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുക. പിന്നെ നമ്മുടെ നാട്ടിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു മോഹൻലാൽ സിനിമ ഡയലോഗ് പറഞ്ഞ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ഡാഷ് മോനെ രേവന്ത എന്ന് വിളിക്കുക. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ആൾക്കാരുടെ മനസ്സിൽ എൻ്റെ മുഖ്യമന്ത്രി എന്നെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾ ഇങ്ങനല്ല സംസാരിക്കേണ്ടത് എന്നൊരു ബോധ്യം ആൾക്കാർക്കുണ്ട്. മുഖ്യമന്ത്രിക്ക് അതില്ലെങ്കിലും നാട്ടുകാർക്ക് ആ ബോധ്യമുണ്ട്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പോലും 5-6 റൗണ്ട് പിന്നിൽ നിന്നതിന് ശേഷം മാത്രമാണ് ലീഡ് പിടിക്കാൻ പോലും പറ്റിയത്. അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞത് ഇതൊരു ലെസണാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയക്കാരും ഐഡിയോളജിയും തമ്മിൽ ഇപ്പോൾ ബന്ധമുണ്ടോ, അല്ലെ ബന്ധമില്ലേ? ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐഡിയോളജിയൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നത് കുറച്ച് ആൾക്കാരാണ്. ഐഡിയോളജി അത് നമ്മൾ തിങ്ക് ടാങ്ക് എന്നൊക്കെ പറയും, ഐഡിയലോഗ് എന്നൊക്കെ പറയും. നമ്മളിപ്പോൾ കാണാം RSS ഐഡിയലോഗ്, അദ്ദേഹമാണ് RSSൻ്റെ കോർ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുന്നത്. CPMൻ്റെ താത്വിക ആചാര്യൻ എന്ന് പറയുന്ന ആളാണ് ഈ തത്വത്തിനെ നോക്കിയതിന് ശേഷം വിശദീകരിക്കുന്നത്. ഇങ്ങനെ ഓരോ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഐഡിയോളജി എന്ന് പറയുന്നത് ചില ക്യാമ്പുകളിൽ മാത്രമായിട്ട് നിൽക്കുകയും ബാക്കിയുള്ള ആൾക്കാർ ഇവർ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. ഇപ്പം നമ്മൾ പലപ്പോഴും CPMനെ കുറിച്ച് ഈ ഭരണത്തിൻ്റെ അവസാന ടൈമിലേക്ക് വരുന്ന സമയത്ത് വലതുപക്ഷ വ്യതിയാനം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പാർട്ടിയുടെ കോർ ലെഫ്റ്റ് ഐഡിയോളജിയിൽ നിന്ന് പാർട്ടി മാറി റൈറ്റ് വിങ്ങിലേക്ക് പോകുന്നു എന്നുള്ളതായിരുന്നു ആക്ഷേപം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്രത്തിൻ്റെ പല നയങ്ങളോടും കലഹിച്ച് നിന്നതിന് ശേഷം എന്നാൽ ഇംപ്ലിമെൻ്റ് ചെയ്തേക്കാം എന്ന് തീരുമാനിച്ചിട്ട് PM ശ്രീ ഉൾപ്പെടെ. അത് പറയുമ്പോൾ പോലും ഇവർക്കിത് ഓപ്പണായിട്ട് പറയാൻ കഴിയുന്നില്ല. നേരെ മറിച്ച് അത് വന്നിട്ട് കേന്ദ്രത്തിൻ്റെ ഇങ്ങനത്തെ ഒരു പോളിസിയുണ്ട്, ഇത് പൊളിറ്റിക്കലായിട്ടുള്ളൊരു കാര്യമാണ്, കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും അത് നടപ്പാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളും അത് നടപ്പാക്കാൻ പോവുകയാണ്, ഇന്ന ബെനിഫിറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ
അതിനൊരു അന്തസ്സുണ്ടായിരുന്നു. അതിന് പകരം ഇല്ല എന്ന് ആദ്യമേ പറയുകയും പിന്നെ അടുക്കളവാതിൽ വഴി ഒരാളിനെ ഡൽഹിക്ക് വിട്ടിട്ട് ഞങ്ങളെന്നാൽ ഒപ്പിട്ടേക്കാം എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഒരു കൃത്രിമത്വമുണ്ട്. അപ്പോഴാണ് ഈ വലതുപക്ഷ വ്യതിയാനം മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപങ്ങളുണ്ടാകുന്നത്. പിന്നെ പല പോളിസികളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോർ ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനകത്തിൽ ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി ഇങ്ങനെയൊക്കെ ഉള്ളതിൽ കുറേ നയങ്ങളുണ്ട്. അപ്പോൾ അവിടെയെല്ലാം കുറച്ച് റൈറ്റ് വിങ്ങിനോട് ചേർന്ന കാര്യങ്ങൾ വരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഐഡിയോളജി എവിടെയോ കൈമോശം വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ ആ ഐഡിയോളജി ഇന്നത്തെ കാലത്തിന് ചേരുന്നതല്ല എന്ന് അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും. അപ്പം എനിക്ക് തോന്നുന്നില്ല ഈ ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിലാണ് ആൾക്കാർ നിലനിൽക്കുന്നത്, ഒരു പാർട്ടി നിലനിൽക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല. ഓൺ പേപ്പർ അങ്ങനെയാണ്, സംശയമില്ല. പക്ഷേ പലപ്പോഴും നയങ്ങളും നിലപാടുകളും എടുക്കുന്ന സമയത്ത് അങ്ങനെയൊന്നും അല്ല ആൾക്കാർ പ്രവർത്തിക്കുന്നത്. അന്നേരത്തെ സാഹചര്യത്തിനെ തരണം ചെയ്യുന്നതിന് എന്താണ് സ്വീകരിക്കേണ്ടത് എന്ന രീതിയിലാണ് ചെയ്യുക. അപ്പോൾ പലപ്പോഴും വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം പറയും. പാർലമെൻറ്റിൽ നമ്മുടെ പ്രതിപക്ഷത്ത് ബെഞ്ചിലിരിക്കുന്ന എം പിമാരാണല്ലോ കേരളത്തിൽ കൂടുതലുള്ളത്. ഇതിൽ ഒരാളുമായിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം, അപ്പം ഞങ്ങൾ ഒരു വിഷയത്തിനെക്കുറിച്ച് ചാനൽ ചർച്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞ ആൾക്കാരാണ്. ഈ ചർച്ച കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം എന്നെ വിളിക്കുകയാണ്. ഇദ്ദേഹം എന്നെ വിളിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞത്, ഇവിടെ നിങ്ങൾ പറഞ്ഞതിനോടാണ് എനിക്ക് ആശയപരമായി യോജിപ്പ്. ശരി, അതാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ഇരിക്കുന്നത് ഇപ്പുറത്തെ ബെഞ്ചിലായി പോയില്ലേ, ട്രഷറി ബെഞ്ചിലല്ലല്ലോ, പ്രതിപക്ഷത്തിൻ്റെ ബെഞ്ചിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റും എന്ന് വെച്ചാൽ ഇത് ഈ ഐഡിയോളജി ഒരു ബേർഡനായി മാറുക. അതായത് ഇതാണ് ശരി, രാജ്യത്തിൻ്റെ ഗുണം ഇതാണ്, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ അവരുടെ പക്ഷമാണ് ശരി. അപ്പോൾ ഈ വലതുപക്ഷത്തിനെ എതിർക്കുന്ന ആൾക്കാർക്ക് വലതുപക്ഷത്തിൻ്റെ എല്ലാ നയവും തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ചില വിഷയങ്ങളിൽ അതാണ് ശരി, അല്ലെങ്കിൽ അതാണ് പ്രാക്ടിക്കൽ, അതാണ് ചെയ്യേണ്ടത് എന്നൊരു ബോധം ഉണ്ടെങ്കിലും ഈ ഐഡിയോളജിയുടെ ഭാരം കാരണം അത് പറയാൻ പറ്റുന്നില്ല. അതിങ്ങനത്തെ പ്രൈവറ്റ് കോൺവെർസേഷനിൽ ഒരു അഡ്മിഷൻ പോലെ കൺഫസ് ചെയ്യാനേ പറ്റുള്ളൂ, അതല്ലാതെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഐഡിയോളജി അല്ല, നേതാവിനെയാണ് ഫോളോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ സത്യം പറഞ്ഞാൽ ഏത് പാർട്ടിക്കാണെങ്കിലും നേതാവിനെ ആൾക്കാർ ഫോളോ ചെയ്യുന്നത്. ഇൻസ്പയർ ചെയ്യുന്ന നേതാവ് ഉണ്ടാവണം, അക്കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ല. പക്ഷേ ഐഡിയോളജിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഡീപ്പ് റൂട്ടഡ് ഐഡിയോളജി ഉള്ളത് കൊണ്ട് പാർട്ടികളിലുള്ള ആൾക്കാരൊക്കെ എത്ര പേരുണ്ടാവും? അങ്ങനെ ഐഡിയോളജിയുടെ ഒരു ഭാരം ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര പേര് പാർട്ടി ചാടും? ഇനി അഥവാ ഒരാൾ പാർട്ടി ചാടുകയാണെങ്കിൽ CPM ഇരിക്കുന്ന ആളിന് വേണേൽ CPI ആവാം, അല്ലേ, വേണേൽ RSP ആവാം, BJP ആവാൻ പറ്റില്ല. അത് കോൺഗ്രസ്സിലിരിക്കുന്ന ഒരാളിനും ഇതേപോലെയാണ്. ഒരു സെൻറ്റർ ലെഫ്റ്റ് ഉള്ള ഏത് പാർട്ടിയിലേക്ക് വേണമെങ്കിലും പോകാം. ഇപ്പോൾ വേണമെങ്കിൽ കോൺഗ്രസുമായി കലഹിച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന പാർട്ടികളുണ്ട്, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി പോലെ, അവിടേക്ക് വരെ പോകാം. പക്ഷെ അവർ BJPയിലേക്ക് ചാടിയല്ലോ. അത് കോർ ഐഡിയോളജിക്ക് വിരുദ്ധമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ആശയത്തിൽ ആകൃഷ്ടനായിട്ടൊന്നും അല്ല ഈ പണി തുടങ്ങിയത്. എന്തോ ചില സാഹചര്യങ്ങളാൽ, ഒരുപക്ഷെ കോളേജിലുള്ള സ്വാധീനമായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലുള്ള സ്വാധീനമായിരിക്കാം, നാട്ടിലുള്ള സ്വാധീനമായിരിക്കാം, എന്തുകൊണ്ടോ എപ്പോഴോ തുടങ്ങി. പക്ഷെ ഞാൻ ഒരിക്കലും അതിൽ ഫണ്ടമെന്റലി വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ഉൾട്ട ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരല്ലേ നമ്മുടെ നാട്ടിൽ കൂടുതലുള്ളത്. ഒരു ഡൈനാസ്റ്റിക്കൽ ആയിട്ട് വരുന്നതാണോ, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ, ഒരു ഡിഗ്രി വെച്ചിട്ടൊരു രാഷ്ട്രീയക്കാരനാവുന്നതാണോ ഇക്കാലത്ത് നല്ലത്? നല്ലത് എപ്പോഴും വിദ്യാഭ്യാസമുള്ള, കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന, പോളിസി മേക്കറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരാൾ, ലോ മേക്കർ എന്ന രീതിയിലത്തേക്ക് പറയാൻ പറ്റുന്ന ആളാണ്. അങ്ങനെയുള്ള ആൾക്കാർ സത്യത്തിൽ കുറവാണ്. തന്നെയുമല്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് കിട്ടുന്ന സ്വീകാര്യതയും കുറവാണ്, അൺഫോർച്ചുനേറ്റ്ലി. ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. മാത്യു കുഴൽനാടൻ പലപ്പോഴും ആശയദൃഢതയോടുകൂടി കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. കഴിഞ്ഞ തവണ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിക്കെതിരെ, അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ ഫൈറ്റ് ചെയ്ത് നിയമസഭയ്ക്കുള്ളിൽ നിന്ന്, പ്രതിപക്ഷ നേതാവ് ഓഫ് കോഴ്സ് അദ്ദേഹം ഫൈറ്റ് ചെയ്തേ പറ്റൂ, അതല്ലാതെ ഒരു സാമാജികൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്യു കുഴൽനാടനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ എനിക്ക് തോന്നുന്നു 6000-7000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രം ആദ്യത്തെ തവണ ജയിച്ചിട്ട് ഇത്തവണ 40,000 വോട്ടിൻ്റെ മുകളിൽ ഭൂരിപക്ഷം എന്തോ അദ്ദേഹത്തിനുണ്ട്. അങ്ങനെയുള്ള ആളിനെ ട്രൂലി റിവാർഡ് ചെയ്യേണ്ടത് എന്ത് വെച്ചിട്ടാണ്? ഒരു മന്ത്രിസ്ഥാനം വെച്ചിട്ടാണ്. കാരണം എഡ്യൂക്കേറ്റഡ് ആണ്, തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളാണ്, ഭയമില്ലാതെ പൊരുതുന്നയാളാണ്, പാർട്ടിക്കോ മുന്നണിക്കോ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പോലും പരസ്യ പ്രതികരണം നടത്തിയിട്ടുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിനെ കൺസിഡർ ചെയ്യുന്നതേയില്ല. വളരെ ജൂനിയറായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരുന്ന സമയത്തും സർപ്രൈസ് കാൻഡിഡേറ്റ്സ് ഉണ്ടാകുന്ന സമയത്തും ഇങ്ങനെ ഒരാളിനെ കൊണ്ടുവരുന്നില്ല. അപ്പോൾ മുന്നണിയുടെ ഈ കെട്ടുറപ്പിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി എന്ന ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ, സാമുദായിക പരിഗണന അനുസരിച്ച് ഓൾറെഡി ആൾക്കാരെ കണ്ടെത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ, ജില്ലാ പ്രാതിനിധ്യം ഓൾറെഡി കഴിഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ, എനിക്കറിയില്ല. അപ്പോൾ മെറിറ്റ് റിവാർഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നത് തന്നെയാണ് ഉത്തരം. അപ്പോൾ നമ്മൾ നമ്മുടെ പാർട്ടി മതേതരമാണ് എന്നൊക്കെ പറയുമ്പോഴും അക്കാര്യത്തിൽ എനിക്ക് ലെഫ്റ്റ് പാർട്ടീസിനോട് ബഹുമാനമുണ്ട്. കാരണം അവിടെ ആൾക്കാർ തലയെണ്ണി ഇത്ര നായന്മാരുണ്ടോ, അല്ലെങ്കിൽ ഇത്ര ജില്ലയിൽ നിന്ന് ഇത്ര പേരുണ്ടോ, ഇതൊന്നും അവർ പരിഗണനയല്ല. അങ്ങനെ ആർക്കും കൊടുത്തില്ലെങ്കിൽ ആരും കുറ്റപ്പെടുത്തുകയില്ല. പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് നമുക്ക് ലത്തീൻ കത്തോലിക്കൽ ഇത്ര വേണം, RC ഇത്ര വേണം, നായർ ഇത്ര വേണം, ഈഴവ ഇത്ര വേണം, മുസ്ലിം, ഇങ്ങനെയുള്ള കഥകളാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അവിടെ പലപ്പോഴും മെറിറ്റ് പിന്തള്ളപ്പെടുന്നുണ്ട്, എഡ്യൂക്കേഷൻ പിന്തള്ളപ്പെടുന്നതുണ്ട്. അങ്ങനത്തെ ഒരു കാര്യമൊന്നുമില്ല. ഡൈനസ്റ്റി ഓഫ് കോഴ്സ് ഇന്ത്യയിലെ ഏതൊരു സ്റ്റേറ്റിലും ഡൈനസ്റ്റിക് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്
വലിയ പ്രാധാന്യമുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃനിരയിലാണെങ്കിൽ നമ്മൾ ഒരു കണക്കിലൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ വാർത്തകൾ വരുന്ന സമയത്ത് നമ്മൾ നോക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ച നടക്കുന്ന സമയത്ത് ഈ വാർത്തകളൊക്കെ വരുമ്പോൾ ഡൽഹിയിൽ അവിടെ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി മീറ്റിംഗ്, രാഹുൽ ഗാന്ധിയുമായി മീറ്റിംഗ്, പ്രിയങ്ക ഗാന്ധിയുമായി മീറ്റിംഗ്. അതെന്തായിരിക്കും? എന്താണ് അതിൻ്റെ എലിജിബിലിറ്റി? പ്രിയങ്ക ഗാന്ധി എന്താണ് പൊളിറ്റിക്സിൽ വരുന്നത്? എന്താണ് പൊളിറ്റിക്കൽ പാരമ്പര്യം? അപ്പോൾ ഒരു ഫാമിലിയിൽ ജനിച്ചു, ആ ഫാമിലിയുടെ സക്സസറാണ്, ഇന്നത്തെ തലമുറയിലുള്ള ആളാണ് എന്നതുകൊണ്ട് കിട്ടുന്ന ഒരു അമിത പ്രാധാന്യമുണ്ട്. ഒരു കുടുംബത്തിൻ്റെ പാർട്ടിയായിട്ട് വരേണ്ടതല്ല കോൺഗ്രസ്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രിയങ്ക ഗാന്ധിയെ കൂടി കൺസിഡർ ചെയ്യുന്നു, അവരുടെ അഭിപ്രായം എടുക്കുന്നു, അവരുടെ അഭിപ്രായം പറയുന്നു. എത്രയോ സീനിയറായിട്ടുള്ള വേറെ നേതാക്കന്മാർ അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം അവിടെ നടക്കുന്നു. ഇതേപോലെ നമ്മുടെ നാട്ടിലുള്ള മറ്റ് പല സ്റ്റേറ്റിലുമുണ്ട്. ഇപ്പോൾ ബംഗാളിൽ മമതാ ബാനർജി, എസ് പിയിൽ വരുന്ന സമയത്ത് യു പിയിൽ വരുമ്പോൾ അവിടെ അഖിലേഷ് യാദവ് ഉണ്ട്. ഇങ്ങനെ ഓരോ സ്ഥലത്തും, ഒഡീഷയിലാണെങ്കിൽ പട്നായിക്ക് ഫാമിലി ഉണ്ട്. പിന്നെ ഈ തെക്കേക്ക് വരുന്ന സമയത്താണെങ്കിലും പോലും സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള ഒരു ഡൈനസ്റ്റിക് പൊളിറ്റിക്സ് ഉണ്ട്. ഞാൻ പറയുന്നത് ഇങ്ങനെ വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഡൈനസ്റ്റി കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ ഏതാണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ പലതും പ്രാദേശിക പാർട്ടികളുമാണ്. ഇതെല്ലാം വേറെ ആൾക്കാരില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ആ ഡൈനസ്റ്റി ഓറിയൻറ്റഡ് ആയിട്ട്, ആ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഇതൊക്കെ സ്വീകാര്യമാണ്. അവസരങ്ങൾ അനവധി കിട്ടിയിട്ടും പ്രയോജനപ്പെടാതെ പോയിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ കെ മുരളീധരൻ പരാജയപ്പെട്ടിട്ടുമുണ്ട്, ജയിച്ചിട്ടുമുണ്ട്. പക്ഷേ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ള പത്മജ ജയിച്ചിട്ടില്ല. എല്ലായ്പ്പോഴും പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. പല പൊളിറ്റിക്സ് നോക്കിയിട്ടുണ്ട്, അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്കാരോട് ആൾക്കാർക്ക് ആ ഒരു സ്നേഹമുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, കരുണാകരൻ്റെ ട്രൂ ലെഗസി എവിടെയാണ് എന്ന രീതിയിലത്തേക്ക് ആൾക്കാർ ചിന്തിക്കും. ഞാൻ കൂടുതൽ കരുണാകരൻ എന്ന രാഷ്ട്രീയക്കാരനെ കാണുന്നത് പത്മജയിലാണോ അതോ കെ മുരളീധരനാണോ? ഈ ഒരു ആനുകൂല്യം, ഒരു ലീവേ ആൾക്കാരെല്ലായ്പ്പോഴും കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെ ഇന്നത്തെ കെ മുരളീധരൻ കെ കരുണാകരൻ്റെ ലെഗസിയിൽ ജീവിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചാൽ അല്ലല്ല, നിശ്ചയമായിട്ടും അല്ല. അദ്ദേഹത്തിന് പാർട്ടിയിൽ, മുന്നണിയിൽ അതിൻ്റേതായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു സ്ഥാനം ഉണ്ടാക്കിയിരിക്കുന്ന ആളാണ്. പക്ഷേ ആ സ്വന്തമായിട്ടുള്ള സ്ഥാനം ഉണ്ടാക്കാൻ ഒരുപാട് വർഷം വേണ്ടി വന്നു. അപ്പോൾ നേരത്തെ ഞാൻ പ്രിയങ്ക ഗാന്ധിയെ പറയുമ്പോഴും രാഹുൽ ഗാന്ധിയുടെ പറയാത്തത്, രാഹുൽ ഗാന്ധിക്ക് അത്ര അവസരങ്ങൾ കിട്ടി. പക്ഷെ ഇന്ന് രാഹുൽ ഗാന്ധിയാണ്. ഈ അവസരങ്ങൾ പക്ഷേ 10-20 വർഷം കൊടുത്തതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞത് ആ 20 വർഷം നിങ്ങൾ ആർക്കും കൊടുക്കുമെങ്കിൽ ഇവിടെ എത്രയോ നേതാക്കന്മാരുണ്ടാവും, ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള നേതാക്കന്മാരുണ്ടാവും. ഇപ്പോൾ കോൺഗ്രസ്സിൽ ഈ ഡൈനസ്റ്റിക് പൊളിറ്റിക്സ് ഇല്ല എന്ന് വെച്ചു. ഇപ്പം നിലവിൽ ഈ നെഹ്റു ഗാന്ധി ഫാമിലി എന്ന് പറയുന്നതിൻ്റെ ഒരു കൺട്രോൾ ഉള്ളത് കൊണ്ടാണ് ഇതൊരു കൊഹസീവ് യൂണിറ്റ് ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നത്. തകർന്നടിയല്ലേ? ഇനിയിപ്പോൾ ഞാൻ രാഹുൽ ഗാന്ധി പറയണം, വേറെ ആരെങ്കിലും വന്നോളൂ, ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആരുമില്ല, നിങ്ങൾ ആരെങ്കിലും എന്താ വെച്ചാൽ അയക്കോ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ പവർ സെൻറ്റേഴ്സിൻ്റെ കളിയായിരിക്കും, അല്ലേ? അതിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ചിലപ്പോൾ ഇതൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ്റെ ഒരു സൂപ്പർ പവർ എന്തായിരിക്കും? പൊളിറ്റീഷ്യന് സത്യത്തിൽ ഉണ്ടാകേണ്ടുന്ന സൂപ്പർ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാടിന് വേണ്ടുന്ന പോളിസി എന്താണ്, അതിനൊരു ദീർഘവീക്ഷണം ഉണ്ടാവുക. അതായത് ഞാൻ നാളെ ക്രിയേറ്റ് ചെയ്യുകയാണല്ലോ, ഒരു പൊളിറ്റീഷ്യൻ ഒരു നയം കൊണ്ടുവരുമ്പോൾ അത് ഇന്നത്തേക്കല്ല, നാളത്തേക്കാണ്. അപ്പം ഫ്യൂച്ചർ ജനറേഷൻസിനാണ്, ഫ്യൂച്ചർ ഇന്ത്യക്കാണ്, ഫ്യൂച്ചർ കേരളത്തിനാണ് ഇതാണ് ചെയ്യേണ്ടത്. ആക്ച്വലി ഉണ്ടാകേണ്ടത് സൂപ്പർ പവർ അതാണ്. പക്ഷേ എല്ലാ പൊളിറ്റീഷ്യൻസിനും ഉള്ള സൂപ്പർ പവർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ജനകീയനായിരിക്കുക എന്നുള്ളതാണ്. ആൾക്കാരെ കാണുമ്പോൾ വിളക്കിച്ചിരിക്കുക, തോളത്ത് കൈയിടുക, എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുക. അതെ. പിന്നെ ഈ പറഞ്ഞതുപോലെ ആൾക്കാരുടെ അടുത്തൊക്കെ വളരെ സൗമ്യമായിട്ട് പെരുമാറുക, എല്ലായിടത്തും ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ന് രാഷ്ട്രീയത്തിൽ സക്സസ്ഫുൾ ആകാനായിട്ട് പല ആൾക്കാർക്കും ഉണ്ടാകേണ്ടുന്ന ഒരു സൂപ്പർ പവർ ഗോഡ് ഫാദറാണ്. ഒരു ഗോഡ് ഫാദർ ഉണ്ടാവുക എന്നുള്ളത് ഇപ്പോൾ നമുക്കറിയാം. ഓരോ രാഷ്ട്രീയക്കാരനും ഇന്ന ക്യാമ്പിലാണ്, ഇന്നയാളുമായി അറ്റാച്ച്ഡ് ആണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ സക്സസേഴ്സിൽ വരുന്നതിൽ ഞാൻ പറഞ്ഞത് ഫാമിലി അല്ല, അല്ലാതെ പൊളിറ്റിക്കൽ സക്സസറായിട്ട് വരുന്ന ആൾക്കാരിൽ ആരൊക്കെയാണ്, ഏത് ക്യാമ്പാണ്, അതേപോലെ ഓരോ ആൾക്കാർക്കുണ്ട്. ഇന്ന് KC പക്ഷം എന്ന് പറയുന്നത് അവരുടെ ഗോഡ് ഫാദർ KC ആണ്. KC അത് സമ്മതിക്കത്തില്ല, അവരും സമ്മതിക്കത്തില്ല. KC പക്ഷമൊന്നും ഇല്ല എന്ന് KC പറയുകയും ചെയ്യും. പക്ഷേ സത്യത്തിൽ സംഭവിക്കുന്നത് എന്താ, അങ്ങനെ ഒരു ആൾക്കാരെ പൊളിറ്റിക്കൽ ഗോഡ് ഫാദറായിട്ട് വരുന്നു. പല ആൾക്കാരും അതിൽ ഗോഡ് ഫാദറിനെ സ്വിച്ച് ചെയ്തിട്ടുണ്ട്, അല്ലേ? നേരത്തെ ഒരു ഗോഡ് ഫാദറാണ്, ഇപ്പോൾ വേറൊരു ഗോഡ് ഫാദറാണ്, അങ്ങനെ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം സസ്റ്റനൻസിന് വേണ്ടിയിട്ട്, നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ രീതിയിലത്തേക്കുള്ള സൂപ്പർ പവേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഈ ഗോഡ് ഫാദർ രീതിയിലത്തേക്ക്. പിന്നെ ഈ ഡൈനസ്റ്റി, ഓഫ് കോഴ്സ്, അത് അവരുടെ ഒരു വലിയ പവറാണ്. അബ്സല്യൂട്ട്ലി. കാരണം മറ്റ് യാതൊരു വിധത്തിലുള്ള ക്രെഡൻഷ്യലും ഇല്ലാതെ ഒരാളിനെ തെരഞ്ഞെടുപ്പിൽ വന്ന് നിന്ന് മത്സരിച്ച് ജയിക്കുക എന്നൊക്കെ പറയും. ഇപ്പോൾ നമ്മൾ തേജസ്വി യാദവിനെ നോക്കി. തേജസ്വി യാദവ് അവിടെ എന്തിൻ്റെ പേരിലാണ്, പുള്ളി ക്രിക്കറ്റ് പ്ലെയറോ അങ്ങനെ എന്തോ ആയിരുന്നു ആദ്യം. അപ്പോൾ എന്ത് പൊളിറ്റിക്കൽ ലെഗസി അവകാശപ്പെട്ടിട്ടാണ് വരിക?
ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി പാർട്ടിയിൽ വരുന്ന സമയത്ത് തന്നെ എനിക്കൊന്ന് ജനറൽ സെക്രട്ടറി ആയിട്ടോ അങ്ങനത്തെ എന്തോ ഒരു ഹൈ പൊസിഷനിലാണ് വരുന്നത്. നിങ്ങൾ എത്ര ആൾക്കാർക്ക് ആ ഒരു പൊസിഷൻ പാർട്ടിയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഓഫർ ചെയ്യും? ആർക്കും കിട്ടില്ല. പിന്നെ കിട്ടുന്ന ആ പ്രാധാന്യം ഉണ്ടല്ലോ, ആ പ്രാധാന്യം എങ്ങനെ കൊടുക്കാനായിട്ട് കഴിയും? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്ത് കേരളത്തിൽ ഒരു MP, വയനാട്ടിൽ നിന്നുള്ള ഒരു MP ആണ് ആ ഫ്രണ്ട് റോയിൽ ഇരിക്കുന്ന ഒന്ന്. ബാക്കി കേരളത്തിലെ MP എവിടെയായിരുന്നു? അല്ലേ? എത്ര MP നിങ്ങൾ ഫ്രണ്ട് റോയിൽ ഇരുത്തി? എന്താ അതിൻ്റെ കാരണം? കോൺഗ്രസിലെ വലിയൊരു ലെഗസിയുടെ കൊണ്ടാണോ? പ്രൂവ് ചെയ്തത് കൊണ്ടാണോ? ഒന്നുമല്ല. ഈ ഡൈനസ്റ്റി മാത്രമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ഇലക്ഷനിൽ, കേരളത്തിലെ ഇലക്ഷൻ നോക്കിക്കഴിഞ്ഞാലും മറ്റ് സ്ഥലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാലും ഈ ഡൈനസ്റ്റി എന്ന് പറയുന്നതിന് വലിയൊരു പ്രാധാന്യം പാർട്ടികളും കൊടുക്കുന്നുണ്ട്, ആൾക്കാരും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ അതിനെ കുറ്റം പറയുകയും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ മെറിറ്റ് വെച്ചിട്ട് വേണം ആൾക്കാരെ നോക്കാൻ. നമുക്കൊരു ആലങ്കാരികമായ സ്റ്റേറ്റ്മെൻ്റായിട്ട് പറയാം, എന്താ ഞാൻ മതേതരനാണ്, ഞാനൊരു സമുദായത്തിനെയും പ്രീണിപ്പിക്കാൻ ശ്രമിക്കാറില്ല, പക്ഷേ ഇൻഇഫക്റ്റ് ഇതൊക്കെ നടക്കുന്നില്ലേ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സമുദായ സംഘടനകളുടെ പിന്തുണ ആർജിക്കുക എന്ന് പറയുന്ന ഒരു സൂപ്പർ പവറാണ്. ശരിയാണ്. സമുദായ സംഘടനകളുടെ ആത്മീയ നേതൃത്വത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം സോക്കോൾഡ് ആത്മീയ നേതൃത്വം ഇല്ല. പലർക്ക് പല ആൾക്കാരോടായിരിക്കും, അല്ലേ? പിന്നെ സാമുദായിക സംഘടനകളാണ് പിന്നുള്ളത്. സമുദായ സംഘടനകൾ പറയുന്ന ആൾക്കാർ ചെയ്യണമെന്നില്ല, ബിഷപ്പുമാർ പറഞ്ഞാലും ആൾക്കാർ വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ സ്റ്റിൽ ആ ഒരു എൻറ്റിറ്റി അത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റി ഇവിടെ കാണിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യും? ഇപ്പോൾ VD സതീശൻ അടക്കമുള്ള ആൾക്കാർ ഇപ്പോൾ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം പല ക്രിസ്തീയ നിരയിലുള്ള ആൾക്കാരെ പോയി കണ്ടിട്ടുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ കാണുന്നില്ല, സുകുമാരൻ നായരെ കാണുന്നില്ല. അവർ അദ്ദേഹത്തിനെ വിമർശിച്ചതുകൊണ്ട് അദ്ദേഹം പോകണമെന്നില്ല. പക്ഷേ എക്സംഷൻസ് ആവരും. എൻ്റെ കോർ ഐഡിയോളജി എന്ന് പറയുന്നത് ഞാൻ ഒരു തരത്തിലുള്ള മത സാമുദായിക നേതാക്കന്മാരും പ്രീണിപ്പിക്കാൻ പോവില്ല, ഞാൻ അത്തരത്തിലുള്ള ആൾക്കാരെ അങ്ങോട്ട് ചെന്ന് കാണുന്ന പരിപാടിയില്ല എന്നാണെങ്കിൽ ഒരിടത്തും പോരും. അപ്പോൾ അത് പറയുക എന്നിട്ട് ചില ആൾക്കാരെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സെലക്റ്റീവായി പോകും. അപ്പോൾ ഇതൊരു സൂപ്പർ പവറാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ വിന്നർ ആരായിരിക്കും? വിന്നർ എന്ന് പറയുന്നത് ഈ ബന്ധമുണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് ആത്മീയ സാമുദായിക കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നവരാണ് വിന്നർ. ഇത്തവണത്തെ മുഖ്യമന്ത്രി സെലക്ഷനിൽ നമ്മളത് കണ്ടതാണ്. തലയെണ്ണി അവർ പറയുന്ന ആളിനെ നേതാവായി അയാളെ മുഖ്യമന്ത്രിയാക്കുന്നതാണ് കോൺഗ്രസിൻ്റെ രീതി. ഇത്തവണ അത് ചെയ്തില്ല. 63 MLA-മാരുള്ളതിൽ 47 പേർ KC-ക്കൊപ്പമാണ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഓട്ടോമാറ്റിക് ചോയ്സ് അദ്ദേഹം വരേണ്ടതാണ്. പവർ ഡൈനാമിക്സ് അതല്ല, അതിൽ മാറി. അപ്പോൾ എന്ത് ചെയ്തു? വേറൊരു സൂപ്പർ പവറാണ് അവിടെ രക്ഷിച്ചത്. ശരിയാ, അത് മുസ്ലിം ലീഗ്. തെരുവിൽ ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ട്, അബ്സല്യൂട്ട്ലി, അത് ഇല്ല എന്നല്ല. പക്ഷേ അതിനപ്പുറത്തേക്കൊരു ഡിമാൻഡ്, ഒരു കൺട്രോളിങ് പവർ അവിടെ മുസ്ലിം ലീഗിനുണ്ടായിരുന്നു എന്ന് പറയുന്നത് വാസ് എ സൂപ്പർ പവർ. സോഷ്യൽ മീഡിയയുടെ യുഗമാണ്. അതെ. ഇപ്പം ഞാനൊരു മെസ്സേജ് ശ്രീജിത്തിന് അയച്ചാൽ തിരക്കിൽ ഫോണിൽ ഉടനെ ഡെലിവേർഡ് ആണ്, കണ്ടന്റ് വ്യൂ ചെയ്യും. പക്ഷെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഇപ്പോഴും രാഷ്ട്രീയക്കാർ പറയുന്നത് അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ്. എന്തുകൊണ്ടാണ് ഇവരുടെ ശ്രദ്ധയെ മാത്രമൊന്നും പെടാത്തത്? ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, അവർ ക്രിട്ടിസൈസ് ചെയ്യേണ്ടുന്ന ഏതൊരു വിഷയമാണെങ്കിലും അവരുടെ ശ്രദ്ധയിലെത്തിപ്പെടും. ശരി അല്ലേ? ഇപ്പോൾ സജി ചെറിയാൻ്റെ കുന്തം കുടച്ചക്രം സ്പീച്ച് നമ്മളതിനെ കണ്ടു, നമ്മളതിനെ വിമർശിക്കാം, കാരണം നമുക്കത് വിമർശിക്കേണ്ടതാണെന്ന് ബോധ്യമുണ്ട്. പക്ഷേ ആ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളിനെ നമ്മൾ വഴിയിൽ കാണുന്ന സമയത്ത് പുള്ളിയോട് ചോദിക്കുമ്പോൾ ഈ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഈ വീഡിയോ പുള്ളി കണ്ടിട്ടുണ്ടാവില്ല, പുള്ളിയുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഉപചോദ്യങ്ങളില്ല, എനിക്കതിന് മറുപടി പറഞ്ഞ് ഞാൻ പെട്ടുപോകുന്ന സാഹചര്യമില്ല, ഒന്നുമില്ല. പക്ഷേ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽ അത് പെടുകയും ചെയ്യും. കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും കണ്ടിട്ടും എല്ലാ ആൾക്കാരും കൃത്യമായ അഭിപ്രായ രൂപീകരണം നടത്തിയതിന് ശേഷവും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാനതിനെ കണ്ടത് വേറൊരു രീതിയാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇവിടെയുണ്ട്. രക്ഷാപ്രവർത്തനം. ഒരു ചെറുപ്പക്കാരനെ ഒരു മര്യാദയുമില്ലാതെ പൂച്ചട്ടി എടുത്തവൻ്റെ തലക്കടിക്കുന്നത് നമ്മൾ വിഷ്വൽ കണ്ടതാണ്. ആ കണ്ടതിന് ശേഷവും അവർ ചെയ്തതിൽ ഒരു തെറ്റുമില്ല, അയാളെ രക്ഷിക്കുകയായിരുന്നു, അയാൾ ബസ്സിനടിയിൽ പോകാതിരിക്കാൻ അയാളെ രക്ഷിക്കുകയായിരുന്നു, അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് പറഞ്ഞ് അതിന് ലെജിറ്റിമസി കൊടുക്കാൻ നോക്കിയത് മുഖ്യമന്ത്രിയാണ്. ശ്രദ്ധയിൽപ്പെട്ടു, പക്ഷേ പെട്ടത് വേറെന്തോ കാര്യമാണ്, നമ്മൾ കാണാത്ത എന്തോ കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ നിയമസഭയിൽ പണ്ട് കയ്യാങ്കളി നടന്നില്ലേ, എന്നിട്ട് ഇവർ കോടതി പോയി പറഞ്ഞ എന്താ, അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും ശ്രദ്ധയിൽപ്പെട്ടു, ഇവർ തന്നെയാണ് നടത്തിയത്, പക്ഷേ അതിന് വേറൊരു എൻറ്റയർ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ജനങ്ങൾ ഇതെങ്ങനെ വിശ്വസിക്കും എന്ന് ഇവർ ചിന്തിക്കില്ലേ? അതെ, സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ വേണ്ടുന്ന വേറൊരു സൂപ്പർ പവർ എന്ന് പറയുന്നത് തൊലിക്കെട്ടിയാണ്, ഉളുപ്പില്ലായ്മ എന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൂപ്പർ പവറാണ്. കാരണം പറഞ്ഞ കാര്യം പറഞ്ഞില്ല എന്ന് പറയുക. ഇപ്പം ഗണപതി മിത്ത് ഒരു വിഷയമുണ്ടായി. അന്ന് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ഗണപതി മിത്താണ് അല്ലെന്നാര് പറഞ്ഞു?
എന്നിട്ട് പിന്നെ അല്ലാഹുമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെ എന്തോ ഒരു ചോദ്യമൊക്കെ ഉണ്ടായപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അതേപോലെ പറയാൻ പറ്റുന്നില്ല. അടുത്ത ദിവസം ചോദിക്കും, ആര് പറഞ്ഞു, അങ്ങനെ ആര് പറഞ്ഞു? അതായത് ഞാനത് പറഞ്ഞതാണ്, റെക്കോർഡ് ചെയ്തതാണ്, ഇവിടെയുള്ള ആൾക്കാർ കണ്ടതാണ്, ഇവിടുത്തെ സറ്റയർ പ്രോഗ്രാംസിൽ ഉൾപ്പെടെ അതിനെ ഉൾപ്പെടുത്തിയതാണ് എന്നത് അറിഞ്ഞിട്ടും പിറ്റേ ദിവസം വന്നിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് ജനങ്ങളെ മണ്ടന്മാരാക്കില്ലല്ലോ. ജനങ്ങൾ അതുകൊണ്ട് മണ്ടന്മാരാവുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ നമുക്ക് ഇവരോടുള്ള ഒരു ഇംപ്രഷൻ അല്ലേ പോകുക. അവരത് പറഞ്ഞതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഓ ശരിയാ, പുള്ളി അങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ ആർക്കെങ്കിലും കരുതാൻ പറ്റും? അദ്ദേഹത്തിൻ്റെ ക്ലോസസ്റ്റ് ആണി അങ്ങനെ കരുതുന്നുണ്ടോ? ഇല്ല. ഓ മാഷ് ഉരുളുകയാണ് എന്നല്ലേ ചിന്തിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞ അന്നേരം ആ ആളിൻ്റെ വിലയല്ലേ പോവുക. അയാളുടെ ഒരു ക്രെഡിബിലിറ്റി, ദീർഘകാലമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സൽപ്പേര്, ഇതിനെയൊക്കെ നശിപ്പിക്കുന്ന രീതിയിലാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർ തെറ്റുണ്ടാവുന്നു എന്ന രീതിയിലത്തേക്ക് അഡ്മിറ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നില്ല. എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായി, ഒരു വീഴ്ചയുണ്ടായി, അങ്ങനെയെങ്കിൽ എനിക്ക് ആദ്യം ഉണ്ടാവേണ്ട സംഭവം എന്ന് വെച്ചാൽ ഞാനത് അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് എൻ്റെ ഒരു മിസ്റ്റേക്കാണ്, വേണമെങ്കിൽ നാക്കുപിഴ എന്ന് പറഞ്ഞു, ഈസിയസ്റ്റ് എസ്കേപ്പ് റൂട്ടാണ്, അത് ഞാൻ ഒത്തിരി പറഞ്ഞതാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞ പോലെ ഒരു അന്തസ്സുണ്ട്. അത് സത്യമാണോ അല്ലയോ എന്നുള്ള സെക്കൻഡറി, പക്ഷേ സ്റ്റിൽ അതിനകത്തുള്ളൊരു അന്തസ്സുണ്ട്, തെറ്റുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ആൾക്കാരെല്ലാം ഇൻവിൻസിബിൾ, തെറ്റുവരുത്താത്ത, തോൽപ്പിക്കപ്പെടാൻ കഴിയാത്ത ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? ഉരുണ്ടുകൊണ്ടേയിരിക്കും. ഒരു രാഷ്ട്രീയ പാർട്ടിന്നില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള എല്ലാ നേതാക്കന്മാരും ഇതുപോലെ പറയുന്നത്. ആൾക്കാരെ മണ്ടന്മാരാക്കാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഇപ്പം ഞാൻ കണ്ണടച്ചാൽ എനിക്ക് ഇരുട്ടാവുന്നുള്ളൂ, ഞാൻ കണ്ണടച്ചുകൊണ്ടിരിക്കുന്നതാണ് മറ്റുള്ളവർ കാണുക എന്നൊരു സംഭവം. കണ്ണടച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെല്ലാം കാണുക, അത് അവർക്ക് തന്നെയാണ് ചീത്തപ്പേര്, നാണക്കേട്. അപ്പോൾ ലോജിക്കല്ല, ഈ തൊലിക്കെട്ടിയിലാണ് കാര്യം. ഓ ലോജിക്കൊന്നുമില്ല, അങ്ങനെ ഒരു ലോജിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളൊരു പൊസിഷൻ എടുക്കുക, നമ്മുടെ പാർട്ടി ചിലപ്പോൾ പറയുന്ന നിലപാട് അതായിരിക്കും, അപ്പോൾ നമ്മൾ ആ നിലപാടിനെ ഫർദർ ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്നിട്ട് എന്താ ചെയ്യുക? അതിൽ ഒരു ലോജിക്കും ഇല്ല എങ്കിലും ഞാൻ അതിനെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കും. അപ്പം ഞാനതിൽ മുടന്തൻ ന്യായങ്ങൾ കൊണ്ടുവരും. ഇത് ചില ആൾക്കാർ പറയുന്ന സമയത്ത് ഇറ്റ്സ് ഓക്കെ, പക്ഷേ നമ്മൾ വളരെ സ്റ്റാൻഡിങ് ഉണ്ടെന്ന് കരുതുന്ന ചില ആൾക്കാരും ഇതേപോലെ എന്തെങ്കിലും പറയുന്ന സമയത്താണ് അവരുടെ ആ ഇമേജ് അങ്ങ് ഇടിഞ്ഞു പോവുക. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. എന്തെങ്കിലും ഒരു വിഷയം പറയുന്നു, ലോജിക്കില്ലായ്മ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ആളിൻ്റെ പേര് പറയുന്നില്ല, പക്ഷേ ഒരു ദിവസം ഒരു ചർച്ചയാണ്, അപ്പോൾ സ്റ്റുഡിയോ ചർച്ചയാണ്, സ്റ്റുഡിയോയിലാണ് എല്ലാ സ്റ്റുഡിയോകളും, ന്യൂ സ്റ്റുഡിയോ. അപ്പോൾ സ്റ്റുഡിയോ റൂമിലിരിക്കുന്ന ചർച്ചയാണ്, എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, BJPയുടെ ആളുണ്ട്, കോൺഗ്രസിൻ്റെതുണ്ട്, ലെഫ്റ്റിൻ്റെ ആളുണ്ട്, അന്ന് എന്നെ ബഹിഷ്കരിക്കാത്ത സമയമാണ്, ഞാനുണ്ട്, ആങ്കറുണ്ട്, എല്ലാവരും ഒറ്റ സ്റ്റുഡിയോ. ചർച്ചയുടെ സമയം 8 മണിയോ 9 മണിയോ അങ്ങനെ വരെ എന്തോ ആണ്. അത് സമയം ആവാറായി, നേരെ ഫ്രണ്ടിലൊരു ക്ലോക്കുണ്ട്. അപ്പോൾ ഒരു കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് ഞാനൊരു സാധനം കൗണ്ടർ ചെയ്തിട്ട് ഒരു സംഭവം ചോദിക്കുന്നു. അപ്പം അതിൽ സത്യസന്ധമായ മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന പോയിന്റ് ജയിച്ചു. ഓ ശരി. അല്ലെങ്കിൽ അദ്ദേഹം ഉരുളണം. അപ്പോൾ അതല്ലെങ്കിൽ അദ്ദേഹം നിഷേധിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം ഇതിലേക്ക് വരാതെ ഇങ്ങനെ ഉരുളുകയാണ്. നമ്മൾ ഈ എഞ്ചിൻ ഇങ്ങനെ ചൂടായി വരുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പം മറ്റ് പല സാധനങ്ങളെ പറ്റി പറഞ്ഞു. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, നമ്മുടെ സമയം തീരാറായി, അപ്പം ഞാൻ ചോദിക്കുന്നത് ഇന്നതാണ് എന്ന് പറഞ്ഞ് 2-3 തവണ ഞാൻ ഇടപെടുന്നു. ആങ്കർ ഒരു 2 തവണ ഇടപെടുന്നു. പക്ഷെ എന്നിട്ടും ഇദ്ദേഹം ആ മറുപടിയിലേക്ക് എത്താതെ ചർച്ചയുടെ സമയം തീർത്തു. അപ്പോൾ ഈ ആങ്കർ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യുന്നുണ്ട്, അതിന് മറുപടി കിട്ടിയില്ല, പക്ഷേ സമയം കഴിഞ്ഞതുകൊണ്ട് തീർന്നു എന്ന് പറഞ്ഞ് സംഭവം നിർത്തി. ഇത് നിർത്തിയ ഉടനെ ഇദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ തിരിഞ്ഞ് കയ്യിലിങ്ങനെ എന്നെ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, മിസ്റ്റർ പണിക്കർ, നിങ്ങൾ പറഞ്ഞതിനോടാണ് എനിക്ക് മാനസികമായി യോജിപ്പ്, പക്ഷെ അത് ഞാൻ പറഞ്ഞാൽ എൻ്റെ പാർട്ടി വെട്ടിലാവും. ഇനി അതല്ല എന്ന് പറഞ്ഞ് നിങ്ങളെ എതിർക്കാനായിട്ട് എനിക്ക് കഴിയുന്നുമില്ല. പോയിന്റില്ല, അത് നിങ്ങൾ പറയുന്നതിനോടൊപ്പമായതുകൊണ്ട് എനിക്ക് മാനസിക സംഘർഷം, നിങ്ങളെ എതിർക്കാനും ബുദ്ധിമുട്ട്, നിങ്ങളോട് ചേരാനും. അപ്പോൾ പിന്നെ എൻ്റെ ഒരേ ഒരു ഓപ്ഷൻ ആ ക്ലോക്കായിരുന്നു. ആ ക്ലോക്കിലെ സമയം അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിത് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം അത് വളരെ ഓപ്പണായിട്ട് അവിടെ പറഞ്ഞു. സ്റ്റുഡിയോയിലുള്ള ഈ മറ്റ് പാർട്ടിക്കാർ ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും ചിരിക്കുകയും ചെയ്തു. വളരെ റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ഒരു പൊളിറ്റീഷ്യനാണ്. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സംഘർഷമുണ്ട് ആൾക്കാർക്ക്. അതായത് സത്യം പറയണോ, അനാവശ്യമായി എതിർക്കണോ, സത്യം മറച്ചു വെക്കണോ എന്നുള്ള സംഭവമുണ്ട്. ഈ ഒരു സംഘർഷമുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ആൾക്കാർ സത്യത്തിൽ ഇന്ന് മറ്റേ പഴയ കാലമല്ലല്ലോ, ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഇന്ന് ആൾക്കാർ സത്യം പറഞ്ഞാൽ വാർത്ത അറിയുന്നത് മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ പോലും അല്ല, സോഷ്യൽ മീഡിയയാണ്. പെർസ്പെക്റ്റീവ്സ് ഉണ്ടാകുന്നത് സോഷ്യൽ മീഡിയ, വിവാദങ്ങൾ ഉണ്ടാകുന്നത് സോഷ്യൽ മീഡിയയിലെ, ഇഷ്യൂസ് ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലാണ് അല്ലേ. അപ്പം ഞാൻ പറയുന്നത് അതിന് ഫോളോ അപ്പ് ആയിട്ട് പിന്നീട് മെയിൻ സ്ട്രീം മീഡിയ ഈ സാധനങ്ങൾ എടുക്കുന്നു എന്ന രീതിയിലാണ്. പിന്നെ പണ്ട് കാലത്തെ പൊളിറ്റീഷ്യൻസും ഇന്നത്തെ പൊളിറ്റീഷ്യൻസും തമ്മിൽ പണ്ട് കാലത്തെ ആൾക്കാർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു, ഇന്ന് ആൾക്കാർക്ക് ഇല്ലാത്തൊരു ഒരു സമ്മേളനത്തിൽ, പാർട്ടിയുടെ ഒരു സാധാരണ സമ്മേളനം ചാനൽ കവർ ചെയ്യണ്ട,
പക്ഷേ അവിടെ 100 പേരുണ്ടെങ്കിൽ 50 പേരും മൊബൈലും കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇതൊരു ത്രെട്ടാണ്. പണ്ട് ഇതില്ല. ഇപ്പോൾ സജി ചെറിയാൻ നിഷേധിക്കാൻ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. പിന്നെ തന്നെയല്ല, ഇത് ആൾക്കാർ അറിയുന്നതിനും താമസമുണ്ട്. ഞാൻ ആലോചിക്കുന്നത് പണ്ട് സോഷ്യൽ മീഡിയയും ഇതുപോലത്തെ മെയിൻ സ്ട്രീം മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ എത്ര പൊളിറ്റീഷ്യൻസ് പുലിവാലി പിടിച്ചു പോയേനെ, സത്യം. എത്ര ആൾക്കാർ ഒരുപക്ഷെ രാജിവെക്കേണ്ടി വന്നേ അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന. അപ്പോൾ ഇതൊക്കെ പണ്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായിരുന്നു, എസ്കേപ്പ് ചെയ്യാമായിരുന്നെങ്കിൽ ഇന്ന് പറ്റത്തില്ല. മണിയാശാൻ ഈ 1 2 3 എന്നൊക്കെ പറയുന്ന സാധനം നമ്മൾ ഈ പല ഗ്രൂപ്പുകളിൽ പല രീതി പറയും. ഒരു പൊളിറ്റീഷ്യൻ അയാളുടെ കോർ ഗ്രൂപ്പിൽ സംസാരിക്കുന്നത് ഒരു രീതിയിലായിരിക്കാം, ഒരു എക്സ്റ്റെൻഡഡ് ഗ്രൂപ്പിൽ സംസാരിക്കുന്ന ഒരു രീതിയിലായിരിക്കാം, പാർട്ടിക്കാരെ മാത്രം അഡ്രസ്സ് ചെയ്യുമ്പോൾ സംസാരിക്കുന്ന ഒരുപോലെ ആയിരിക്കാം, പൊതുജനത്തിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ വേറെ രീതിയിലായിരിക്കാം. അയാളൊരു ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ് ആണെങ്കിൽ സഭയിൽ സംസാരിക്കുന്ന വേറൊരു ലാംഗ്വേജ് ആവും. ഞാൻ പറഞ്ഞത് ഇതിൽ കുറച്ചുകൂടെ കെയർലെസ് ആയിട്ട് സംസാരിക്കുന്ന എവിടെ ആയിരിക്കും, ഈ പാർട്ടിക്കാരോട് സംസാരിക്കുമ്പോഴായിരിക്കും. അതാണ് ഓരോ ചേട്ടന്മാരിരുന്നിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത് പുലിവാലാകും. അതിൻ്റെ പേരിൽ വിശദീകരണം, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് ആൾക്കാർക്ക് പറയേണ്ടി വരും. ഇതൊക്കെ കണക്റ്റഡാണ്. ഞാൻ പറഞ്ഞത് പണ്ടുണ്ടായിരുന്ന ആൾക്കാർ നമ്മൾ ഐഡിയലൈസ് ചെയ്യുന്ന സമയത്തും സത്യത്തിൽ ഇവരൊക്കെ രക്ഷപ്പെട്ടു പോയ ആൾക്കാരാണ്. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ആൾക്കാർക്ക് ആ ബുദ്ധിമുട്ടുണ്ട്. അത് ഒരു വലിയ പ്രാക്ടിക്കൽ പ്രശ്നമാണ്. ഒരുപാട് വർഷം ന്യൂസ് ചാനലിൽ ജോലി ചെയ്ത ആളാണ് ഞാൻ. അപ്പം പലപ്പോഴും ആങ്കേഴ്സിന് ഡിസ്കഷൻ്റെ ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, സപ്പോർട്ട് വരാറുണ്ട്. രാഷ്ട്രീയക്കാർക്കും അതേപോലെ വരാറുണ്ടോ? ചോദ്യം വയ്ക്കുന്നതിനോട് വീട്ടിൽ PR-ന്റെ അതേ സ്ഥാനമുണ്ട് ജോത്സ്യന്മാർക്ക്. പല രാഷ്ട്രീയക്കാരും ഏത് പാർട്ടിയാണെങ്കിലും പരസ്യമായിട്ടും രഹസ്യമായിട്ടും ജോത്സ്യനൊന്ന് കാണുന്നുണ്ട്. ക്വാളിറ്റി ഇല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് നമ്മുടെ ക്യാമ്പസ് രാഷ്ട്രീയം ഉൾപ്പെടെ മാറിയിട്ടുണ്ട്. നമ്മൾ കണ്ടറിയാം. ഇപ്പോഴെങ്കിലും രാഷ്ട്രീയ മോഹം ഉണ്ടായിട്ടുണ്ടോ?